ഹായ് ഗെയ്സ്, വൈകുന്നേരം ആകുമ്പോൾ എല്ലാ അമ്മമാർക്കുള്ളൊരു ടെൻഷനാണ് പിള്ളേർക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുകയെന്ന്. ഇന്ന് അമൃതപ്പൊടി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടെ ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. അതൊന്ന് അരിച്ചെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 2 ഗ്ലാസ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിലോട്ടൊന്ന് സെറ്റാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ പാകത്തിനനുസരിച്ചുള്ള ശർക്കര അരിച്ചിട്ടൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി ഒന്ന് മിക്സാക്കുക. ഇതിൻ്റെ കട്ടിയൊന്നും ഉടഞ്ഞില്ലെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വേഗം തന്നെ ഒരു ക്രഷാക്കിയാൽ മതി, അപ്പം തന്നെ അടിഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ അതൊന്ന് അരിച്ചെടുത്ത ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ ബാറ്ററി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി എന്താ പണിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് പണിയുള്ളത്. ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമ്മളെ പിള്ളേർ കഴിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും വലിയ പണിയുള്ള കാര്യമല്ലല്ലോ. അവരെ വയറ് നിറയുകയാണെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ. പിന്നെ മോള് നല്ല അമൃതപ്പൊടിയൊക്കെ ആദ്യം കഴിച്ചിരുന്നു കേട്ടോ. ഒരു വയസ്സ് വരെയൊക്കെ കഴിച്ചിരുന്നു അങ്കി ഉണ്ടാക്കിയിട്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്കി എന്നാണോ കുറുക്കുന്നാണോ എന്താ പറയാമെന്നൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവൾക്കത് ഒരു മടുത്തു. ഈ വലിയ ആൾക്കാർ അറിയില്ലേ, എന്നും നിനക്ക് ഒരേ സാധനം തന്നെ എന്നാൽ നീ കഴിക്കുമോ എന്ന് ചോദിക്കുന്ന മാതിരി എന്നും ഒരേ സാധനം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് വെറുപ്പാവില്ലേ. പിന്നെ അവൾക്കത് മടിയായി കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നെയ്യിൻ്റെ ചുവയൊക്കെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. നെയ്യ് വേണ്ടവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്, മധുരം കുറച്ച് തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ പാകം എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കില്ലേ, പാത്രത്തിൽ നിന്ന് വിടുന്ന മട്ടിൽ ഇങ്ങനെ വിട്ട് വരുന്നത്, അതാണ് കേട്ടോ ഇതിൻ്റെയും പാകം. ഇതിന് നമുക്ക് എന്താ പറയുക, അമൃതപ്പൊടീൻ്റെ ഹൽവാന്നോ അങ്ങനെ എന്തും പറയാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അങ്ങനെ തടവി കൊടുത്ത് ഈ ബാറ്ററി അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ബാറ്ററി ഒക്കെ അതിലോട്ട് ഒഴിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണെങ്കിൽ അറ്റ് ലാസ്റ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ.